കുറച്ച് നാളായിട്ട് നല്ല കണ്ടന്റ് ഇടുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി കണ്ടന്റ് ഇടുന്ന ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ നല്ലൊരു വ്യൂസും ഏണിങ്സും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ ചാനൽ വിൽക്കാൻ നോക്കുന്നുണ്ട്, മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകൾ വരെ വിൽക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് വാട്സപ്പിലൊക്കെ കാണാം ചാനൽ വിൽക്കാനുണ്ട്, 10K 20K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ വിൽക്കാനുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ചാനൽ വിൽക്കുന്നതും വാങ്ങുന്നതൊക്കെ യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ലീഗലാണോ, നമുക്ക് എത്രത്തോളം സേഫാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കൂ ഞാൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. വെൽക്കം ടു അദർ വീഡിയോ ഓഫ് മൈ ചാനൽ. ഇറ്റ്സ് മീ നിയാസ് തലാഫിൽ. യു ആർ വാച്ചിങ് മല്ലു ക്രിയേറ്റർ. മറ്റൊരാളുടെ ചാനൽ വാങ്ങുന്നതിനെ കുറിച്ച് എനിക്ക് കുറച്ച് നാളായിട്ട് സംശയമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് യൂട്യൂബിൻ്റെ ലൈവ് സപ്പോർട്ട് എനിക്ക് ആക്റ്റീവായത്. ഉടനെ തന്നെ എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നമ്മുടെ യൂട്യൂബ് ചാനൽ വാങ്ങുന്നതും വിൽക്കുന്നതൊക്കെ ലീഗലാണോ എന്നത്. യൂട്യൂബ് എനിക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള അവരൊരു ഡെഫിനിഷനോട് കൂടി തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇത് ലീഗലാണ്. പക്ഷേ എന്താണ് ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഒരിക്കലും ഒരു ഓഫ്ലൈൻ എഗ്രിമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നതാണ്. അതിനുള്ള ഒരു ചെറിയ ഒരു റീസൺ നമുക്ക് ആഡ്സെൻസിൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ ആഡ്സെൻസിൽ നമ്മൾ ഏകദേശം 3-ൽ കൂടുതൽ തവണ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് മാറ്റുന്ന സമയത്ത് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ബ്ലോക്ക് ആവാറുണ്ട്. പിന്നെ അത് റിക്കവർ ചെയ്യുന്നത് ഒരുപാട് റിസ്ക് ഉണ്ട്. നമ്മൾ അതിൻ്റെ പ്രോപ്പർ റീസണൊക്കെ അവർക്ക് മെയിൽ ചെയ്തിട്ടൊക്കെ ആഡ്സെൻസിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് റെസ്പോൺസ് ചെയ്യും എന്നുണ്ടെങ്കിലും ആഡ്സെൻസിൻ്റെ കാര്യത്തിൽ മാത്രം യൂട്യൂബ് കുറച്ച് ബാക്ക്വേർഡാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഈ ഒരു ആഡ്സെൻസിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ആഡ്സെൻസിൻ്റെ ഹെൽപ്പ് സപ്പോർട്ട് അത്ര പെർഫെക്റ്റ് അല്ലാത്തത്. പക്ഷേ അവർ ജെന്യുവിൻ റീസണുകളൊക്കെ അവർ പെട്ടെന്ന് തന്നെ ക്ലിയറും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമ്മളിതിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ മറ്റൊരാളുടെ ചാനൽ വാങ്ങുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമുക്ക് 3 കോപ്പിറൈറ്റ് അല്ലെങ്കിൽ 3 കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു സ്ട്രൈക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സസ്പെൻസ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു സസ്പെൻഷൻ നമ്മുടെ ഒരു ചാനലിന് മാത്രമല്ല ഉണ്ടാകുന്നത്. അതായത് നമുക്ക് എത്ര യൂട്യൂബ് ചാനലുകൾ ഉണ്ടോ, നമ്മൾ ഒരു ഇമെയിൽ ഐ ഡിയിലാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നമ്മൾ സെയിം ഡാറ്റാബേസിലാണ് കൊടുക്കുക. അതായത് നമ്മുടെ നെയിം, നമ്മുടെ ബർത്ത് ഓഫ് ഡേറ്റ്, അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് എല്ലാം നമ്മൾ സെയിം ഡാറ്റാബേസിലാണ് കൊടുക്കുക. അപ്പോൾ സെയിം ഡാറ്റാബേസിലുള്ള യൂട്യൂബ് എപ്പോഴും അത് ഡിറ്റക്ട് ചെയ്ത് വെക്കുന്നതാണ്. അങ്ങനെ ഇരിക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ചാനലിൽ നമുക്ക് 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഡാറ്റാബേസിലുള്ള എല്ലാ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ എല്ലാ ചാനലുകൾക്കും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില സമയത്ത് ഏതെങ്കിലും ഒരു ചാനലിന് കിട്ടിയാൽ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരാളുടെ ചാനലിന് കിട്ടിയിട്ട് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയ ചാനൽ വരെ നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വാങ്ങുമ്പോഴൊക്കെ മോണിറ്റൈസേഷനൊക്കെ ആക്റ്റീവായിരിക്കും. പക്ഷേ നമ്മുടെ കണ്ടന്റ് യൂട്യൂബിന് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വീണ്ടും ഡിമോണിറ്റൈസേഷൻ ആവും. പക്ഷെ ഡിമോണിറ്റൈസേഷൻ ആയ ചാനലുകൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഡിമോണിറ്റൈസേഷൻ ആയ ചാനലുകൾ പിന്നെ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ. അത് തികച്ചും ഒരു നുണയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയുന്ന എൻ്റെ അറിവിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാം ഉബൈദ് റഹ്മാൻ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രോളനാണ്. പുള്ളിക്കാരൻ്റെ മോണിറ്റൈസേഷൻ പോയിരുന്നു, പിന്നെ പുള്ളിക്കാരൻ തന്നെ അത് നല്ല കണ്ടന്റുകളൊക്കെ അപ്ലോഡ് ചെയ്തത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അപ്പം യൂട്യൂബ് എപ്പോഴും നമ്മുടെ ലെവലിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വാർണിംഗ് തരും മോണിറ്റൈസേഷൻ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല കണ്ടന്റ് വീണ്ടും ഇടുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും അവർ ആ മോണിറ്റൈസേഷൻ നമുക്ക് അപ്രൂവ് ചെയ്ത് നൽകുന്നുണ്ട്. അപ്പം ഒരു മോണിറ്റൈസേഷനെ ഫോക്കസ് ചെയ്തിട്ട് മാത്രം നമ്മൾ ഒരിക്കലും ഒരു ചാനൽ വാങ്ങരുത്. കാരണം മോണിറ്റൈസേഷൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിസബിൾ ആവാൻ സാധ്യതയുണ്ട്. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്ന് നമ്മളൊരു സുഹൃത്തിന് നമുക്ക് അറിയാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിട്ടായിട്ടുള്ള സുഹൃത്തുക്കളുമായിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റ് നടത്തി നമ്മൾ അവരുടെ ചാനൽ വാങ്ങിയിട്ടുണ്ട്. സോ അവർക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റും യൂട്യൂബിൽ നിന്ന് തന്നെ. കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർക്ക് നമ്മുടെ ചാനൽ നല്ല മൂവിങ് ആണ് എന്ന് കണ്ടാൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അവരെന്താ പറയുക, എൻ്റെ ചാനൽ അവർ ഹാക്ക് ചെയ്തു എന്ന പേരിലായിരിക്കും അവർക്ക് വീണ്ടും ആ ചാനൽ തിരിച്ചെടുക്കാനുള്ള ഒരു പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്യുക.
അപ്പോൾ കഴിയുന്നതും മറ്റുള്ള ചാനലുകൾ വാങ്ങുന്നത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം വേറൊരു കാര്യം കൂടെയുണ്ട്, ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറയും. അതായത് ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ടെക് റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങളൊരു പുതിയ ഒരു ചാനൽ വാങ്ങുമ്പോൾ നിങ്ങൾ ടെക് റിലേറ്റഡ്, അദ്ദേഹം ഒരു എൻ്റർടൈൻമെൻറ്റ് ട്രോൾ ലെവലിലാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിയൻസ് ഒരു ട്രോൾ ലെവലിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ടെക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൻ്റെ അൽഗാരിതവും ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓഡിയൻസിൻ്റെ അടുത്തോട്ട് എത്തുന്ന കാര്യത്തിലും വളരെ റിസ്ക് ആണ്. നിങ്ങൾക്ക് വലിയ വലിയ ചാനലുകൾ, എനിക്ക് അവരുടെ ചാനലുകൾ മെൻഷൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. വലിയ വലിയ ചാനലുകൾ ഇതുപോലെയുള്ള ചെറിയ സെല്ലിംഗ് ഒക്കെ നടത്തിയിട്ട് അവർ കൈമാറിയിട്ടുണ്ട്. പക്ഷേ അവരുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വളരെ കുറഞ്ഞ വ്യൂവേഴ്സ് മാത്രമേ ആ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് അവർ വരുമ്പോൾ അവർക്ക് നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ഓഡിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെയും അവർ ഒരു ചെറിയ ചാനൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഏറ്റവും വലിയ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 70,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്കുള്ള വ്യൂസ് ഏകദേശം 1000, 2000, 5000, 10,000. ഇതൊക്കെ ഞാൻ പിന്നെ എന്തിനാ യൂട്യൂബ് തുറന്നു കൊണ്ടുപോകുന്നതെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ നല്ല കണ്ടന്റിനെ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ആ തുടക്കത്തിൽ എങ്ങനെയാണോ വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും സക്സസ് ആവാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏണിങ്സ്, അതുപോലെ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ ആഡ്സെൻസ്, ആഡ് മോബ്സ് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഞെക്കിയിട്ട് ഓൾ എന്നുള്ള ഒരു ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിഡ്ലൻ വീഡിയോയിൽ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ.